നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി കോടതിയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. തടിച്ചുകൂടി ജനം. ഡൽഹി പോലീസ് വാനിൽ വന്നിറങ്ങി കോടതി വളപ്പ് വളയുന്നു. ഇതുകൊണ്ടൊന്നും സുരക്ഷ മതിയാകുന്നില്ല എന്ന് കണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇറക്കി. പിന്നീടാണ് ഭീകരൻ അമീർ റാഷിദ് അലിയെ കോടതിയിലേക്ക് എത്തിച്ചത്. എന്നിട്ടും തടിച്ചുകൂടിയ ജനം ഭീകരനെ കൊല്ലാൻ ഇരച്ചു കയറുകയായിരുന്നു. ചാവേർ ഉമർ നബിയോടൊപ്പം അവസാനം ഉണ്ടായിരുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അമീർ റാഷിദ് അലിയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഡൽഹിയിലെ ജനം വലിയ പ്രതിഷേധത്തിലായിരുന്നു. അവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നായിരുന്നു തടിച്ചുകൂടിയവർ മുറവിളി കൂട്ടിയത്. ഞങ്ങളുടെ സഹോദരന്മാരുടെ ശരീരം ചിതറിച്ചവന്മാർ തിന്നുകൊഴുത്ത് ജയിലിൽ കിടക്കേണ്ട, അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിലതെറ്റി മനുഷ്യർ പ്രതികരിച്ചു. പൊതുമധ്യത്തിൽ അവനെയൊക്കെ കൊന്നു കെട്ടിത്തൂക്കണമെന്ന് കരഞ്ഞു വിളിക്കുകയായിരുന്നു ജനം. ചെങ്കോട്ട സ്ഫോടനത്തിൽ പ്രധാന പ്രതിയാണ് അമീർ റാഷിദ് അലി. ഇയാൾ ഡോക്ടർ ഉമർ നബിക്ക് താമസിക്കാൻ സുരക്ഷിതമായ വീടും മറ്റ് ലോജിസ്റ്റിക് പിന്തുണയും നൽകിയതായി ദേശീയ അന്വേഷണ ഏജൻസി തിങ്കളാഴ്ച ഡൽഹി കോടതിയെ അറിയിച്ചത്. സൗത്ത് കശ്മീരിലെ പാമ്പോർ സ്വദേശിയായ അലിയെ പാട്യാല ഹൌസ് കോടതി സമുച്ചയത്തിലെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി അഞ്ജു ബജാജ് ചന്ദനയുടെ കോടതിയിൽ കനത്ത സുരക്ഷയോടെയായിരുന്നു എത്തിച്ചത്. മാധ്യമപ്രവർത്തകരെ കോടതി വളപ്പിലേക്ക് പ്രവേശിപ്പിക്കാത്തതിനാൽ നടപടി ഇൻ ക്യാമറയായി മാറി. ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ അലിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് NIAയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. NIA കൃത്യമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ശക്തമായ അന്വേഷണം ഡൽഹി കേന്ദ്രീകരിച്ചും ഡൽഹിക്ക് പുറത്ത് പല സംസ്ഥാനങ്ങളിലുമായി ഇപ്പോൾ NIA വ്യാപിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റിയിൽ വ്യാപക റെയ്ഡ് നടന്നുകൊണ്ടിരിക്കും. അൽഫല യൂണിവേഴ്സിറ്റിയും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം റെയ്ഡ് ശക്തമായിരിക്കുകയാണ്. കൂടാതെ NIAയും അതുപോലെ തന്നെ EDയും അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് മറ്റ് ഭീകരരെ കണ്ടെത്തുകയും അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയും ചെയ്യുന്നത്. എന്തായാലും റാഷിദ് അലിയെ കയ്യിൽ കിട്ടിയതോടെ NIAക്ക് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ചാവേർ സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ഉടമ അലിയാണ്. ഇയാൾ ഉമറിന് ലോജിസ്റ്റിക് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ NIA വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഉമറിനായി അമീർ ഒരു സുരക്ഷിത താവളം ഒരുക്കിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭയം ജനിപ്പിക്കാനും പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കാനും വേണ്ടി സ്ഫോടനത്തിന്റെ കൃത്യതയും തീവ്രതയും മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണെന്നും NIA വ്യക്തമാക്കി. ഈ കൃത്യം രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണി ഉണ്ടാക്കാനും അസ്ഥിരപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഗൂഢാലോചനയുടെ ഗൗരവം എടുത്തു കാണിച്ചുകൊണ്ട് NIA കോടതിയെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി അലിയെ കശ്മീരിലേക്ക് കൊണ്ടുപോകുമെന്നും NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രതിയെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നൽകിയ അപേക്ഷ ജഡ്ജി അനുവദിക്കുകയായിരുന്നു. ഇതോടുകൂടി കൂടുതൽ വിവരങ്ങൾ അലിയിൽ നിന്ന് തോണ്ടി പുറത്തെടുക്കാൻ തന്നെയാണ് NIAയുടെ നീക്കം. കോടതി വളപ്പിന് പുറത്ത് ഡൽഹി പോലീസ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവയുടെ കനത്ത സുരക്ഷാ വലയമുണ്ടായിരുന്നു. കൂടാതെ ക്രമസമാധാനം പാലിക്കുന്നതിനായി കലാപ നിയന്ത്രണ സജ്ജീകരണങ്ങളുള്ള ഉദ്യോഗസ്ഥരെയും സജ്ജമാക്കി നിർത്തിയിരുന്നു. ഉമർ നബിയുമായി അവസാനമായി ബന്ധപ്പെട്ട വ്യക്തി അലിയാണ് എന്നാണ് NIA പറയുന്നത്. പുൽവാമ സ്വദേശിയായ 28 വയസ്സുള്ള ഡോക്ടറായ നബി കശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിലെ ഏറ്റവും തീവ്രവാദിയും പ്രധാന പ്രവർത്തകനുമായി ഉയർന്നു വന്നതായി ദേശീയ മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. NIA ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതനുസരിച്ചാണ് ദേശീയ മാധ്യമങ്ങളിൽ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിക്കൽ വാർഷികമായ ഡിസംബർ 6-ന് മുന്നോടിയായി ശക്തമായ VBIED സ്ഫോടനത്തിന് ഉമർ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും അലിയും മറ്റു കൂട്ടരും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശ്രീനഗർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് നീളുന്ന ഡോക്ടർ മൊഡ്യൂളിന്റെ ആ വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ തുടക്കം ജമ്മു കശ്മീരിലായിരുന്നു. അതായത് ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള ബൺപോറ, നൌഗാം എന്നിവിടങ്ങളിലെ മതിലുകളിൽ ജെയ്ഷെ മുഹമ്മദ് പോസ്റ്ററുകൾ ഒക്ടോബർ 19-ന് പ്രത്യക്ഷപ്പെട്ട ചെറിയൊരു സംഭവത്തെ തുടർന്നായിരുന്നു ഈ അന്തർ സംസ്ഥാന ഭീകര ശൃംഖല പുറത്തു വന്നത്. ഈ മതിലുകളിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ സൈന്യവും കശ്മീർ പോലീസും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തുടർന്ന് ഇതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയുമായിരുന്നു. ശ്രീനഗർ പോലീസ് കേസെടുക്കുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് 3 പ്രാദേശിക യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. ആരിഫ് നിസാർ, ദാർ എന്ന സാഹിർ, യാസിർ ഉൽ അഷ്റഫ്,
മഖ്സൂദ് അഹമ്മദ്, ദാർ എന്ന ഷാഹിദ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെല്ലാം മുൻപ് കല്ലേറ് കേസുകളിൽ പ്രതികളായിരുന്നു, അതായത് സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന സംഭവത്തിൽ. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോസ്റ്ററുകൾ വിതരണം ചെയ്യുകയും ഡോക്ടർമാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ തന്റെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്ത ഷോപ്പിയാനിൽ നിന്നുള്ള മുൻ പാരാമെഡിക്കൽ ജീവനക്കാരനായ മൗലവി ഇർഫാൻ അഹമ്മദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ കേസിൽ ജമ്മു കശ്മീർ പോലീസ് ഇതുവരെ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചനയുടെ പൂർണ്ണ വ്യാപ്തിയും ഈ മാരകമായ ഭീകരപ്രവർത്തനത്തിൽ അലിയുടെ പങ്കും കണ്ടെത്താൻ NIA ഇപ്പോൾ അലിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെയും ഫരീദാബാദിലെയും 25 സ്ഥലങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. പിടിയിലായിരിക്കുന്ന ഭീകര പ്രവർത്തകരും സർവകലാശാലയും ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ അന്വേഷണ ഏജൻസി PMLA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെയും ED ഇയാളുടെ വസതിയിലെത്തിയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോടെ ആരംഭിച്ച റെയ്ഡുകൾ നിലവിൽ ഡൽഹിയിലെ സർവകലാശാല ആസ്ഥാനത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രസ്റ്റിമാരുടെ ഓഫീസുകളിലും പുരോഗമിക്കുകയാണ്. സർവകലാശാല ട്രസ്റ്റികൾക്ക് നേരെയും റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന് ഉന്നത ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീവ്രവാദ സംഘടനയുമായുള്ള ബന്ധം പുറത്തുവന്നതിനെ തുടർന്ന് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വം റദ്ദാക്കിയ അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെ ഡൽഹി പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് EDയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരു FIR വഞ്ചന കുറ്റവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തേത് വ്യാജരേഖ ചമയ്ക്കൽ സംബന്ധിച്ച വകുപ്പുകൾ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIRകളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച പോലീസ് ജാവേദ് അഹമ്മദ് സിദ്ദിഖിക്ക് 2 സമൻസ് അയച്ചിരുന്നു. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട നിരവധി പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് സിദ്ദിഖിയുടെ മൊഴി നിർണായകമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം മധ്യപ്രദേശിൽ ഏകദേശം 25 വർഷം പഴക്കമുള്ള ഒരു തട്ടിപ്പ് കേസിൽ ചാൻസലറുടെ ഇളയ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖി തിങ്കളാഴ്ച ഹൈദരാബാദിൽ അറസ്റ്റിലായി. അൽഫല യൂണിവേഴ്സിറ്റിയുടെ അടിത്തറ പോലും ഇളക്കിയുള്ള അന്വേഷണത്തിലേക്കാണ് NIA കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.